ഇത് വെക്കുമ്പോൾ ഞാനൊരു ചെറിയ ഓർമ്മക്കുറിപ്പ് നിങ്ങളോട് പറയാം. എൻ്റെ ഉള്ളിലുള്ള ഒരു ഓർമ്മ. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കറികൾ ഉണ്ടാക്കാൻ ഇച്ചാച്ചൻ കൂടുതൽ താല്പര്യം പറയും അമ്മായിയോട്. നമ്മുടെ മനസ്സിലിരിക്കുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണതാട്ടോ. അവൻ ചിലപ്പോൾ അസാധാരണമായ എന്തെങ്കിലും ആണെങ്കിൽ അത് ചിലപ്പോൾ അത് ജോലിക്കാര്യത്തിലുള്ള പ്ലാനിങ് പോലെ കുക്കിംഗ് കാര്യത്തിലും അത് വേണമെന്ന് ഗ്യാസിൽ വെച്ച് തന്നെ ചൂടാക്കാറാ പതിവ്. എനിക്ക് തോന്നി മറ്റേത് ഇച്ചിരിയോടെ നല്ലതെന്ന്. അപ്പൊ എനിക്ക് ആ പാത്രത്തിൽ വെച്ചങ്ങ് ചൂടാക്കിയെടുക്കും. ഇപ്പൊ സൗകര്യ അതിൽ ഗ്യാസിന്റെ ലാഭം. അപ്പൊ ഇന്നേ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് നോമ്പുകാലത്തെ ഒരു ഒഴിച്ചുകറിയാട്ടോ, ചാറുകറി ഉണ്ടാക്കണേ. അപ്പക്ക് ഇതിനോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അപ്പക്ക് ചെമ്മീൻ ഇട്ടുണ്ടാക്കണ ഇഷ്ടം. അതിപ്പോ 2 ആഴ്ച കൂടെ കഴിയാതെ നിവൃത്തിയില്ല. മണി രാവിലെ 9:45. അരിയൊന്നും അടുപ്പത്തിട്ടിട്ടില്ല കേട്ടോ. ഇപ്പൊ ഒരാഴ്ചയായിട്ടേ ഞങ്ങള് ഉച്ചത്തേക്ക് കഞ്ഞി എടുക്കണേ. വൈകിട്ട് അപ്പ ചപ്പാത്തി കഴിക്കും. ഞാൻ ഉച്ചത്തെ കഞ്ഞി സ്വല്പം ഉണ്ടാവും, അത് വൈകിട്ടങ്ങ് എടുത്ത് തീർക്കും. അങ്ങനെയാ പതിവ്. കഞ്ഞി ആകുമ്പോ പിന്നെ അധികം വിഷയങ്ങളില്ലല്ലോ, കിടന്ന് വെന്തോളൂല്ലോ എന്നോർത്താം. വയറിനും നല്ലതാണ്. പിന്നെ കറികളും ഇങ്ങനെയുള്ളതൊക്കെ അല്ലേ. അപ്പൊ കറി എന്നാന്ന് പറഞ്ഞില്ല. ചക്കക്കുരു ചേച്ചനെ ഒന്നുകൊണ്ടൊന്ന് ചക്കയിലായിരുന്നു, വരിക്കച്ചക്ക. അതിന്റെ ചക്കക്കുരു കുറച്ച് കിടന്നത് എടുത്ത് ചക്കക്കുരും മുരിങ്ങക്കോലും കൂടെ ഞാൻ വേവിച്ചു വെച്ചു. എങ്ങനെയാ വേവിച്ചതെന്ന് നിങ്ങളോട് പറയാം. പുട്ട് പുഴുങ്ങിയ സമയത്ത്, ഇനി പുട്ട് ചുടണമെന്ന് അറിയാതെ വന്നു പോണതാട്ടോ ഇടയ്ക്ക. പുട്ട് പുഴുങ്ങണമെന്നേ പറയുള്ളൂ. ഇഡലിയും പുട്ടും പുഴുങ്ങുക. അപ്പൊ പുഴുങ്ങിയ സമയത്ത് കുക്കറിന്റെ അടിയിൽ ചക്കക്കുരു ഇട്ട് വേവിച്ച്, എന്നിട്ട് ആ ചക്കക്കുരു വെന്ത ആ വെള്ളവും ചക്കക്കുരുവും കൂടെ മൺകലത്തിലേക്ക് ആക്കി വെച്ച്, അല്ലെങ്കിൽ മൺചട്ടിയിലേക്ക് ആക്കി വെച്ച് ഇതേ മുരിങ്ങക്കോല് മേടിച്ച മുരിങ്ങക്കോലാട്ടോ. മുരിങ്ങക്കോൽ അതിലേക്കിട്ട് ഒരുവിധം തകർന്നിട്ടുണ്ട്. അപ്പൊ ചക്കക്കുരു വേവും മതി. ചക്കക്കുരുവിടെ ദേ ഈ തൊണ്ട് ഇപ്പൊ കളയാത്തോണ്ടാട്ടോ, ഈ ബ്രൗൺ തൊണ്ട് ഇങ്ങനെ ഇരിക്കണോണ്ടാണ് ഈ കളറിൽ ഇതിന്റെ രീതി ഇരിക്കുന്നത്. കളർ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ദേ ഒരു മാങ്ങയെ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിന്റെ കാരണം പറഞ്ഞു. അപ്പൊക്കെ ഏത്തക്കായ ഇട്ട മോരുകറി ഇരിപ്പുണ്ട്, ചെമ്പ്രം കൊണ്ട കായിട്ട്, അതായത് പതുക്കെ പഴുത്ത് വന്നെ പാകത്തിനുള്ള കായിട്ട് വെച്ച മോരുകറി ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടി ഇത് വെക്കണേ. ഇത് വെക്കുമ്പോ ഞാനൊരു ചെറിയ ഓർമ്മക്കുറിപ്പ് നിങ്ങളോട് പറയാം. എൻ്റെ ഉള്ളിലുള്ള ഒരു ഓർമ്മ. അതായത് ഈ ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങാക്കോലും ഞാൻ വേനൽക്കാലത്താണ് വേണ്ടത്. ഒരു പൂള് ഒരു കഥ കിടക്കണത് അരിഞ്ഞിടാം. വേനൽക്കാലത്താണല്ലോ ഈ മാങ്ങയുടെ സീസൺ, നൊയമ്പ് കാലോ പറയാട്ടോ. കത്തിയെടുത്തോണ്ടിട്ട് ചെറുതാക്കി എരിഞ്ഞിട്ട് പറയാം. ഈ അവധിക്കാലത്ത് ഞാൻ പറഞ്ഞില്ലേ കോട്ടപ്പടിയിലുള്ള അമ്മായിയുടെ വീട്ടിൽ പോയി താമസിക്കൂ എന്നുള്ളത്. അവിടെ ചെല്ലുമ്പോഴും ഇതുപോലെ നൊയമ്പ് കാലമാണല്ലോ ആ സമയം. അപ്പൊ അവിടെ അമ്മായിയുടെ വീടിന്റെ കിഴക്ക് പടിഞ്ഞാറ് വശത്ത് ഒരു പറങ്കിമാങ്ങയുണ്ട്. പറങ്കിമാങ്ങയാന്ന് തോന്നണു, അതെ പറങ്കിമാങ്ങ. അപ്പൊ ഈ മാങ്ങ മൂത്ത് വരുന്ന സമയത്ത് അവിടെയൊക്കെ ഇതുപോലെ നൊയമ്പിന്റെ ഒരു സമയമാണ്. അല്ല, അവരും നൊയമ്പെടുക്കണ കൂട്ടരാട്ടോ. അപ്പൊ ചക്കക്കുരു മാങ്ങയും കൂടെ അവിടെ വെക്കും. മുരിങ്ങാക്കോലും അതെല്ലാം അവനവൻ്റെ പറമ്പിൽ നിന്ന് തന്നെ എടുക്കണം. മുരിങ്ങാക്കോലുണ്ടാവും. ഇവിടെയൊക്കെ പണ്ടിങ്ങനെ ഇഷ്ടംപോലെ മുരിങ്ങാക്കോലുണ്ടായിരുന്നു, ഓർക്കണില്ലേ? അപ്പം മുരിങ്ങാക്കോലുണ്ടാവും. ചക്കയുടെ വെട്ടി എടുത്തതിൻ്റെ ചക്കക്കുരു അവിടെ ഉണ്ടാവും. ചക്കപ്പഴത്തിൻ്റെയോ വേവിക്കാൻ എടുത്തതിൻ്റെയോ ഒക്കെ മാങ്ങ ഉണ്ടാവും. ഇപ്പം ചക്കക്കുരു മാങ്ങ മുരിങ്ങാക്കോലും കൂടെ വെച്ച് കഴിയുമ്പോൾ അവിടുത്തെ ഇച്ചാച്ചൻ, മരിച്ചു പോയിട്ടോ ഇച്ചാച്ചൻ, ഐസക് ഇച്ചാച്ചൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയണത്. അടുക്കളയുടെ ഇറത്തൊരു അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്നിടത്തൊരു ഇറയത്തിൻ്റെ അവിടെ അങ്ങ് ഇറങ്ങണടത്ത് തന്നെ ഒരു കാന്താരിച്ചെടി നിൽപ്പുണ്ട്. അപ്പം എപ്പോഴും പറയണതാ, ചക്കക്കുരു മാങ്ങയും വെച്ച് കഴിയുമ്പോൾ, ചെമ്മീനും മാങ്ങയും വെക്കുമ്പോൾ അങ്ങനെ പറയൂല, എനിക്ക് ഗ്രേസി 2 കാന്താരിമുളക് പറിച്ചേ. എന്തിനാണെന്നറിയാമോ? ഈ കറി ചാച്ചൻ കൂട്ടുന്നത് എൻ്റെ അപ്പച്ചനും ഒക്കെ അങ്ങനെയായിരുന്നു. ഈ ചോറ് ഇങ്ങനെ പ്ലേറ്റിൽ വെച്ചേച്ച് വേറെ ഇങ്ങനെ പ്ലേറ്റിൽ ചാറുകറി ഇങ്ങനെ കൊടുക്കും. ഉലർത്തുകറി അരികിലിടും, ചാറുകറി വേറെ പ്ലേറ്റിൽ വേണം. കുഞ്ഞിച്ചാച്ചനും ഇപ്പോഴും അങ്ങനെയാ. ഇവിടുത്തെ അപ്പച്ചൻ, എൻ്റെ അപ്പച്ചൻ, എൻ്റെ ഇച്ചാച്ചന്മാരൊക്കെ പഴയ ആൾക്കാർക്ക് അങ്ങനെയാന്ന് തോന്നുന്നത്. എന്നാന്നോ അവരെന്നിട്ട് ഉരുട്ടിയേച്ച് മുഖ്യ ഉണ്ണണം. ഓർക്കണില്ലേ ഇവിടുത്തെ അപ്പച്ചൻ്റെ കാര്യം? അപ്പൊ ഇച്ചാച്ചൻ എപ്പോഴും പറയും, ഗ്രേസി 2 കാന്താരിമുളക് ഇങ്ങെടുത്തേ, എന്നിട്ട് എന്നാ ഇച്ചാച്ചൻ ചെയ്യണേന്ന് എപ്പോഴും എനിക്കത് ചക്കക്കുരു മാങ്ങി എന്ന് വെക്കണുണ്ടോ എൻ്റെ മനസ്സിലതുണ്ട്. ഈ കറി ഇങ്ങിട്ടേച്ചില്ലേ ഇതിലേക്ക് കാന്താരിമുളക് ഇങ്ങനെ പൊട്ടിക്കും. എന്നിട്ട് എന്നാന്ന് പറയും, ഇച്ചാച്ചൻ ചോറ് ഉരുട്ടിയേച്ച് അതിൽ മുക്കിയേച്ചാ കഴിക്കണം. എനിക്ക് ഭയങ്കര ഓർമ്മയാണ്. പിന്നെ ഞങ്ങളൊക്കെ ചെല്ലുമ്പോ ഇല്ലേ, താമസിക്കാൻ ചെല്ലുമ്പോൾ ഞാനും അമ്മാച്ചനും നോബി സൂസൻ ഇങ്ങനെ എല്ലാവരും പഴൂര പിള്ളേരും ഒക്കെ ചെല്ലുമ്പോൾ ചെയ്യണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കറികൾ ഉണ്ടാക്കാൻ ഇച്ചാച്ചൻ കൂടുതൽ താല്പര്യം പറയും അമ്മായിയോട്. പിള്ളേർക്ക് അതല്ലേ ഇഷ്ടം, അതുണ്ടാക്കാൻ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഭയങ്കര ഇഷ്ടം നാടൻ കൂർക്ക. എല്ലാവർക്കും ഒക്കെ ഇഷ്ടമായിരിക്കും കേട്ടോ, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാ. അപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ നന്നാക്കി കിട്ടാനും ഇതിനൊക്കെ വിഷമമുള്ളത് കൊണ്ടും നടിയിൽ അങ്ങനെ കൂർക്കയൊന്നുമില്ല. അമ്മായിയുടെയൊക്കെ അവിടെ വരം കോരി കൂർക്ക നടുവായിരുന്നു. ഇവിടെ അമ്മച്ചി നടുവായിരുന്നു എന്നാണ് അപ്പോൾ പറയണത്. അപ്പം അത് വേഗം ഒന്നുമല്ലെങ്കിൽ അത് പറിച്ച് തല്ലി ചാച്ചൻ ഇങ്ങനെ സഞ്ചിക്കകത്ത് കണ്ടിട്ട് തല്ലി പൈപ്പിൻ്റെ ചോട്ടിലിട്ട് കഴുകി ഇതാക്കി കൊണ്ടുവരും. പിന്നെ ക്ലീൻ ചെയ്ത് ബാക്കി തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം. പറിക്കണ സീസൺ അവിടെ കൂർക്ക നട്ടിട്ടില്ല, പറിക്കണതില്ല എങ്കിൽ ഇച്ചാച്ചൻ റോട്ടിൽ പോകുമ്പോൾ
അവിടെ നിന്ന് കൂർക്ക മേടിച്ചുകൊണ്ട് വന്നിച്ച് പറയും നാടൻ കൂർക്കയടി ഗ്രേസി, പിള്ളേർക്ക് ഇഷ്ടമല്ലേ അത് ഉണ്ടാക്കാന്ന്. പക്ഷെ എന്തുമാത്രം ക്ലീൻ ചെയ്യലും ഒരിക്കലും കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ കഴിക്കാൻ. അമ്മായി ചാച്ചൻ 2 പിള്ളേർ അവിടെ ഉണ്ട്, ഞങ്ങളും അവിടെ ഉണ്ടാവും. അപ്പം നല്ല രുചികരമായിട്ട് ഒലത്തി തന്നെ ഒരുപാട് സംഗതികൾ ഉണ്ടാക്കണ മെമ്മറി ഉണ്ടെങ്കിലും കൂർക്ക ഒലത്തണ എനിക്ക് ഭയങ്കര പ്രഷ്യസാണ് അവിടുത്തെ. പിന്നെ വെണ്ടയ്ക്ക മപ്പാസ് ഞാൻ പറഞ്ഞിട്ടില്ലേ, അത് ഭയങ്കര ഒരു രക്ഷയില്ല. പിന്നെ പുളിച്ചയപ്പം, വട്ടയപ്പം, വെള്ളയപ്പം, ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. അപ്പം ഞാനിങ്ങനെ മെമ്മറി നിങ്ങളോട് പറഞ്ഞതാട്ടോ. അപ്പം ചക്കക്കുരു മാങ്ങ എന്ന് ഈ വീട്ടിൽ വയ്ക്കുമ്പോഴും ഞാൻ അപ്പം കാന്താരമുളക് പൊട്ടിക്കുന്ന കാര്യം ഓർക്കും. അപ്പം ഇത് വേവട്ടേട്ടോ ഇനി മാങ്ങ. ഇതൊക്കെ ഒരു നമ്മുടെ മനസ്സിലിരിക്കുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണതാട്ടോ. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് മെമ്മറി ഓരോ കാര്യത്തിൽ ഉണ്ടാവൂല. അപ്പം എൻ്റെ മെമ്മറി നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇനി വേവട്ടെ, വെന്ത് കഴിഞ്ഞിട്ട് അരപ്പ് ചേർക്കാം. അപ്പം ഇതേ മാങ്ങാത്തലിൽ നിന്നാണ് വന്നത്. ചക്കക്കുരു, മാങ്ങയും, മുരിങ്ങാക്കോലും ശരിക്കും വെന്ത് നല്ല ഇതായി. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തു കേട്ടോ. അത് ഈ മോണ്ട മാങ്ങ മേടിച്ചുകൊണ്ട് വന്നേ, അത് മാർജിൻ ഫ്രീയിൽ ഫ്രഷ് ആയിരുന്നു കേട്ടോ മാങ്ങ. ഒഴിക്കട്ടെ എന്ന് അരപ്പ്. അരപ്പിൽ തേങ്ങ, മുളക് പൊടി, മഞ്ഞപ്പൊടി, 2 തരം ഉള്ളി. 2 തരം ഉള്ളി എന്ന് പറഞ്ഞാൽ സവോളയല്ല കേട്ടോ, ചുമന്നുള്ളിയും വെളുത്തുള്ളിയും. വെളുത്തുള്ളി ഇച്ചിരി മതി, 1-2 ദളം മതി. ചുമന്നുള്ളി കൂടുതൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മിക്സി കഴുകി, ഇച്ചിരി ചാറ് വേണമല്ലോ, അതിന് പാകത്തിന് മിക്സി കഴുകി വെള്ളം ഒഴിക്കാം. ചക്കക്കുരു ചേർത്തേക്കണോണ്ട് ഇച്ചിരി കുറുകും കേട്ടോ ഇതാ. അപ്പം ഇച്ചിരി നേർത്തിരുന്നാലും കഴിക്കാറാകുമ്പോഴത്തേക്കും അത് കുറുകും. ചക്കക്കുരു അല്ലേ, അതുകൊണ്ട്. പിന്നെ ചക്കക്കുരു ശരിക്കും ഉടങ്ങി വെന്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കുറുകൽ കിട്ടും. അതൊക്കെ എല്ലാം അറിയാം, എങ്കിലും ഞാൻ പറഞ്ഞു പോകുമ്പോൾ അങ്ങ് പറഞ്ഞു പോണതാ. നോക്കട്ടെ, ഇത് മതിയാവും, ഇത് മതിയാവും. അല്ലെങ്കിൽ പിന്നെ ഒത്തിരി വെള്ളം പോലെ ആയിക്കൊള്ളൂല്ലോ. ഇതിപ്പം നമുക്ക് ഒരു മാങ്ങ എടുത്തിട്ടുള്ളൂ. നമുക്ക് 2 നേരത്തേക്ക് ധാരാളം ഉണ്ട്. അതായത് ഇന്ന് ഉച്ചയ്ക്കും നാളെ ഉച്ചയ്ക്കും. വൈകിട്ട് ഞാൻ മാത്രം കഞ്ഞി കുടിക്കണോണ്ട് ഇവിടെ കറി ചെലവില്ല. ചപ്പാത്തി അപ്പ കഴിക്കുന്നത്. ഇവള് പിന്നെ വ്യത്യസ്തതയായിരിക്കും എന്തെങ്കിലുമൊക്കെ. അത് എന്നോട് ചോദിക്കണ്ട കേട്ടോ. അത് അവള് തന്നെ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാറില്ലേ? എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്നൊക്കെയാ കഴിക്കണേന്ന്. അപ്പൊ തോന്നണ എന്തെങ്കിലുമൊക്കെ കഴിക്കും, തട്ടിക്കൂട്ടും. നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ആ സമയത്ത് കഴിക്കാൻ എനിക്ക് മൂടുണ്ടാവൂല. ആ സമയത്ത് എന്താണോ കഴിക്കാൻ തോന്നണേ അതായിരിക്കും. അത് ഇച്ചിരി പ്രശ്ന. അതെല്ലാം വ്യക്തമായി പ്ലാൻ ചെയ്ത് നേരത്തെ വെക്കണം. എനിക്ക് അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചാൽ ആ സാധനം കഴിക്കാൻ ഒരു മൂടും ഉണ്ടാവില്ല. അത് ഞാൻ പ്ലാൻ ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞതിന്റെ കാര്യം എന്നാന്ന് വെച്ചാൽ, പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള സംഗതികൾ കിച്ചണിൽ ഉണ്ടാവും. ഇല്ലെങ്കിൽ അത് വാങ്ങിച്ചു വെക്കണം, അത് ഉണ്ടാക്കാനുള്ള. അതിനു വേണ്ടിയാണ് ഞാൻ പ്ലാൻ ചെയ്യണത്. എല്ലാ സംഗതികളും ഇപ്പോൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സംഗതി കിച്ചണിൽ സാധാരണ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അസാധാരണമായ എന്തെങ്കിലും ആണെങ്കിൽ അത് ചിലപ്പോൾ, അതായത് പനീറൊക്കെ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ബട്ടറും ഗീയും ഒക്കെ എപ്പോഴും ഉണ്ടാവും. അങ്ങനെയുള്ള വേറെ എന്തെങ്കിലും സംഗതികൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഉണ്ടാവണമെന്നില്ല. അപ്പം പ്ലാനിങ് എപ്പോഴും വേണം. ഇനി ജോലിക്കാര്യത്തിലുള്ള പ്ലാനിങ് പോലെ ലൈഫിൻ്റെ പ്ലാനിങ്ങുകളുടെ ഇതുപോലെ തന്നെ കുക്കിംഗ് കാര്യത്തിലും അത് വേണമെന്നാണ് ഒരു ഗൃഹസ്ഥയായ എൻ്റെ അഭിപ്രായം. വേറെ ജോലിക്കൊന്നും ഞാൻ പോണില്ലല്ലോ. അപ്പം എൻ്റെ അഭിപ്രായം ഞാൻ ഷെയർ ചെയ്തതാ. ഓക്കെ, നല്ലതാ, നല്ല കറിയാ. തിളച്ച് കഴിഞ്ഞാൽ വാങ്ങി കടുക് പൊട്ടിക്കാം. അരപ്പിലെ തികന്നു വന്ന കണ്ടോ, ഓഫ് ചെയ്ത് കൂട്ടോ. അതെ, തികന്ന് ഇങ്ങനെ പൊങ്ങി വരും തേങ്ങയരപ്പല്ലേ. ഇനി നമുക്ക് കടുക് പൊട്ടിച്ച് ചെയ്യാം. എല്ലാവർക്കും നോമ്പ് കാലത്തൊക്കെ എന്തൊക്കെയാണ് കറികൾ നിങ്ങളൊക്കെ പറയുക. കറികൾ എന്തൊക്കെ ഉണ്ടാക്കണം. ഇന്നാൾ ഒരാൾ നമ്മുടെ അച്ചിങ്ങായും കായങ്കടയുള്ള മെഴുക്ക് പുരട്ടിയുടെ കണ്ടോണ്ട് പറയുവാണ്, ഞാൻ ദേ ഇത് കണ്ടോ, ഇവിടത്തെ മെഴുക്ക് പുരട്ടി കണ്ടോണ്ട് അച്ചിങ്ങായും കായും ക്ലീൻ ചെയ്യണത് ഒടിച്ച് നുറുക്കിക്കൊണ്ടിരിക്കുവാന്ന് ഉച്ചത്തേക്ക് കറിക്ക്. അതൊക്കെ ഒരു കൂട്ടുകറി. അച്ചിങ്ങ 10-12 ചോട് ഗ്രോബായിൽ വെച്ചേക്കണ ചെടിയാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിനോടകം. അപ്പൊ ആ ചെടിയിൽ കിട്ടുന്നത് എത്രത്തോളാന്ന് നിങ്ങൾക്ക് അറിയാലോ അച്ചിങ്ങ. അപ്പൊ അതനുസരിച്ച് പച്ച ഏത്തക്ക മേടിച്ച് വെച്ചിട്ടുണ്ടാവും. മിക്കവാറും ഫ്രിഡ്ജിലുണ്ടാവും. ഇല്ലെങ്കിൽ തീരണ മുറയ്ക്ക് നമ്മൾ കാ മേടിച്ച് വെക്കും. അപ്പം കായും ഇതിങ്കടെയാകുമ്പോൾ ഒരു നേരത്തേക്കുള്ള മെഴുക്ക് പുരട്ടിയായി. പിന്നെ ഇന്നിപ്പോൾ ചീരത്തോരനാട്ടോ. അത് ഇന്നലെ ഉണ്ടാക്കി വെച്ചേക്കണതാ. നല്ല ചീര കിട്ടിയപ്പോൾ അപ്പം മേടിച്ചുകൊണ്ട് വന്നതാ മാർക്കറ്റിൽ പോയപ്പോൾ. മാർക്കറ്റല്ല, പുറത്ത് പോയപ്പോൾ. കഴിഞ്ഞു ഇളക്കി മിക്സ് ചെയ്തു. ഇനി ഇച്ചിരി കുറിയക്കോളൂട്ടോ ചക്കക്കുരു ഇരുന്ന് നിറപ്പിച്ചെടുത്തതാണ്. ഇനി നമുക്ക് തണുത്ത് കഴിയുമ്പോൾ ഒരു ചുറ്റുപാത്രത്തിലെടുത്ത് നാളത്തേക്കുള്ളത് മാറ്റി വയ്ക്കണം, അല്ലെങ്കിൽ കേടാവും. ഇട്ട് ഇളക്കി കുത്തി മറിക്കണേനും ഞാൻ ചെയ്യുന്ന രീതിയാണ്. തോരനോ ഉലർത്തുകറിയോ ചാറുകറിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ മീനൊഴികെ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. മീനൊഴികെ ബാക്കിയുള്ള കറികൾ ഉണ്ടാക്കുമ്പോൾ 2 നേരത്തേക്കുള്ള കറിയാണെങ്കിൽ ഞാൻ
ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് പാത്രത്തിൽ വെച്ചേച്ച് ബാക്കിയുള്ളത് വേറൊരു ടംബ്ലറിലാക്കി അല്ല ചൂട് മാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുത്തി ഇളക്കി വെച്ച് വൈകിട്ടത്തേക്ക് പിന്നീട്ട് ചൂടാക്കി ഒന്നും എടുക്കണ ഇഷ്ടമല്ല. മീൻകറി ഞാൻ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കാറില്ല. കാരണം മീൻകറി കലത്തിൽ തന്നെ ഇരിക്കും, മൺചട്ടി അല്ലെങ്കിൽ സാധാരണ അങ്ങനെയല്ലേ പറയേണ്ടത്. അപ്പം അത് ഡെയിലി വൈകിട്ട് തിളപ്പിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാട്ടോ വീഡിയോയിൽ. പിന്നെ സാമ്പാർ, ബാക്കി എല്ലാ കറികളും ഇങ്ങനെ എടുത്തു വയ്ക്കും. അത് കഴിഞ്ഞ് വൈകിട്ട് കഴിക്കാൻ നേരത്തെ ചൂടാക്കും. ഇപ്പം ഞാനൊരു പരിപാടി കണ്ടുപിടിച്ച്, KCB ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ പൈസ ഇത് പോവും, നമ്മുടെ കയ്യിൽ നിന്ന് മാറുമല്ലോ. ഗ്യാസിനൊക്കെ റേറ്റിൻ്റെ ഇതൊക്കെ വന്നതുകൊണ്ട് ഞാൻ ചെയ്യണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റി വെക്കണ കറിയില്ലേ, അത് ടംബ്ലറോട് കൂടി ചോറുണ്ണതിന് വൈകിട്ടത്തെ എടുക്കണതിനും കുറച്ച് മുമ്പ് തണുപ്പ് മാറ്റാൻ പുറത്തെടുത്ത് വെച്ചേച്ച് മൈക്രോവേവിലേക്ക് ആ പാത്രത്തിൽ വെച്ചങ്ങ് ചൂടാക്കി എടുക്കും. ഇപ്പൊ സൗകര്യ അതിൽ ഗ്യാസിന്റെ ലാഭം. ഇലക്ട്രിസിറ്റി കൂടും, അത് വേറെ വിഷയം, അത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാതിരിക്കൂല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണുണ്ട്. ഒരുപാട് നേരം ഇല്ലല്ലോ. അപ്പൊ അല്ല, അങ്ങനെ ഞാൻ ചൂടാക്കി എടുക്കണുണ്ടെന്ന് പറഞ്ഞാൽ മറ്റേ ഞാൻ ഗ്യാസിൽ വെച്ച് തന്നെ ചൂടാക്കാറാ പതിവ്. എനിക്ക് തോന്നി മറ്റേത് ഇച്ചിരൂടെ നല്ലതെന്ന്. അപ്പം അങ്ങനെ ചെയ്യണേന്ന് പറഞ്ഞാൽ നിങ്ങളും ഒക്കെ ചെയ്യണത് ഷെയർ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ഒരാൾ പറഞ്ഞു തന്നായിരുന്നു പുട്ട് പുഴുങ്ങുമ്പോൾ അല്ലെങ്കിൽ മറ്റേ സ്റ്റീമറിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ, ഇഡലി പുഴുങ്ങുമല്ലോ ഒക്കെ ചെയ്യുമ്പോൾ മറ്റേ തട്ടിൽ വെച്ച് മറ്റേ വെജിറ്റബിൾ ഏത്തപ്പഴം പുഴുങ്ങണ മാത്രമല്ല, മുട്ട പുഴുങ്ങണത് മാത്രമല്ല, വേറൊരു സംഭവം വളരെ നല്ലതാണ്. വെജിറ്റബിൾ തോരനും ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുക്ക് ചെയ്തേച്ച് പിന്നെ നമുക്ക് തോരൻ, അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തോരനാവും ഹാഫ് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ. അത് കറക്റ്റാട്ടോ അത് പറഞ്ഞത്. അത് ഈ ബീൻസൊക്കെ എനിക്ക് അങ്ങനെ ഈ ആവി കയറ്റി വെച്ച് എടുക്കുമ്പോൾ നമുക്ക് ഇച്ചിരി രുചി, എനിക്ക് ഫ്രഷ് ആയിട്ട് നമ്മൾ ഇതിലിട്ട് ഇളക്കി ചെയ്യണം. പക്ഷേ ഇവിടെ ഇളക്കി ഗ്യാസ് അത്രയും ഉപയോഗിക്കുന്നതിന് പകരം ഒന്ന് ആവി കയറ്റി കഴിഞ്ഞാൽ ഗ്യാസ് അത്രയും നമുക്ക് സേവ് ചെയ്യാം. പിന്നെ ഇങ്ങനെ ഇട്ട് ഉണ്ടാക്കണതിന് ഇച്ചിരി ഒരു ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അത് നമ്മൾ നോക്കാതെ നിവൃത്തിയില്ല. ഇപ്പൊ കറികളാണെങ്കിൽ തന്നെ വളരെ കോംപ്രമൈസിലാണ് പോണത്. ഞാനുള്ള കാര്യം നിങ്ങളോട് പറയണതാ. ഒന്നും നൊയമ്പാന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. വില കൂടി. പിന്നെ ചപ്പാത്തിക്ക് ഇവിടെ കറി ഉണ്ടാക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അതും ഇന്ന് വൈകിട്ടത്തേക്ക് നാളെ വൈകിട്ടത്തേക്കും ഉള്ളത് ഞാൻ ഉണ്ടാക്കും. അപ്പൊ പിന്നെ മറ്റന്നാൾ ഉണ്ടാക്കിയാൽ മതി. അപ്പം ഇങ്ങനെയൊക്കെ കുറച്ച് നമ്മളെല്ലാവരും അടുക്കളയിൽ നോക്കണം. എല്ലാവരും നോക്കണില്ലെന്ന് ഞാൻ പറയണില്ല കേട്ടോ. അപ്പം നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ആ രീതിയിലെങ്കിലും ലാഭിച്ചാൽ അത്രയും നല്ലതല്ലേ. നിക്കും, അത്രേ ഉള്ളൂ. അതെ, ഗുണം പകുതി ഞാൻ കോരി മാറ്റി ഞങ്ങളുടെ കഞ്ഞിയിൽ ഒഴിക്കാൻ പോണത്, രണ്ടുപേരുടെ കഞ്ഞിയിൽ ഒഴിക്കാൻ പോണേ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കോല് ചാറട്ടോ. ചക്കക്കുരു പറഞ്ഞിട്ടോ? ചക്കക്കുരു ഓർമ്മൊന്നുമല്ല, ഞാൻ തിന്നു. ചക്കക്കുരു മാത്രമൊന്നുമല്ല, മുരിങ്ങക്കോല് ഇടാം. മതി അല്ല, കുരു ഇടാം. മതി, അത്രയും മതി. മതിയോ? കുരു ഉള്ളത് ഞാൻ തിന്നേ. പിന്നെ കുരു ഉണ്ടെന്നേ, നീ തിന്നെങ്കിലും ചക്കക്കുരു ഇതിനകത്ത് കിടപ്പുണ്ടാവും. കുരു കുറേ ഉള്ളത് ഞാൻ പെറുക്കി തിന്നായിരുന്നു. എന്നാ ഫ്രിഡ്ജിലാഞ്ഞി അതെ മതി, അത്രയും മതി, ഇനി വേണ്ട. പയറ് കുറെ ഇട്ടല്ലോ. പയറിട്ട്. ഇപ്പൊ ഇതാണ് ഇന്നത്തെ ലഞ്ച്. എന്റെ കൊണ്ടുവരുമ്പോ കാണിക്കാം കേട്ടോ. ഇപ്പൊ നോയമ്പായതുകൊണ്ട് അമ്മ സ്ഥിരം ഉച്ചയ്ക്ക് കഞ്ഞിയായിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ പയറുലർത്തൊക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് കഴിക്കാമല്ലോ. പിന്നെ ഒരു അച്ചാറോ തൈരോ ഒക്കെ ആണെങ്കിലും മതി. കഞ്ഞി ആയതുകൊണ്ടാണ് ഈ ചാറും കൂടെ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടുതൽ വാട്ടറി ആയിട്ട് തോന്നണേ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അതേ ഇങ്ങനൊരു ചാറുകറി, ചക്കക്കുരു മാങ്ങ മുരിങ്ങാക്കോലൊക്കെ ഇട്ടിട്ടൊരു ചാറുകറി ഉണ്ടാക്കി. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണെന്ന് വെച്ചാൽ അത്ര പ്രിയപ്പെട്ടതൊന്നുമല്ല, പക്ഷെ എങ്കിലും കഴിക്കും, കുഴപ്പമൊന്നുമില്ല. ചെറുപ്പം തൊട്ടേ അമ്മ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. എനിക്ക് തോന്നുന്നത് ഈ ചക്കക്കുരു മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള കറി കൂടുതലും നൊസ്റ്റാൾജി ആയിട്ടാണ് കരുതുന്നതെന്ന് തോന്നുന്നു അല്ലേ. പ്രത്യേകിച്ച് പ്രവാസികൾക്കൊക്കെ ചക്കക്കുരൊക്കെ കിട്ടാൻ ഇച്ചിരി താമസമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്കത് വളരെ പ്രിയപ്പെട്ടതാണെന്ന് തോന്നുന്നു അല്ലേ.